അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്നും ട്രിപ്പ് തന്നെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്കാറ്റ് പോകട്ടെ, തൃശ്ശൂർ ചാവക്കാട്. കറക്റ്റ് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അപ്പോൾ നമ്മൾ 4 മണിക്കാറ്റ് പോവാണ്. ഇടയിൽ പതിവ് പോലെ തന്നെ ചായ അടിക്കാന്ന് പോകണ്ട. അവിടെ തന്നെ ഒരു തട്ടുകട, അവിടെ ഹൈവേ ആണ്. ഹൈവേൻ്റെ അവിടെ നിർത്തിക്കണം. അപ്പോൾ എടുത്ത് നമ്മൾ സർവീസ് റോഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചായക്കട ഉണ്ട്. ഇടയ്ക്ക് ചായ കുടിച്ചിട്ട് ബാക്കിയാണ് ഞാൻ നമ്മൾ പറഞ്ഞ ചായക്കട കേട്ടോ. എവിടെ പോകണമെങ്കിലും ചായ കുടിച്ചിട്ടേ ബാക്കി യാത്ര ഉള്ളൂ. ടൈം ഇപ്പോൾ 6 മണിയാവാനേക്കുന്നു. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ഇവിടെ എത്ര ആംബിയൻസേ കിട്ടുള്ളൂ. ഇവിടെ അടിക്കണേ ഉള്ളിലിരിക്ക പൊടി മാറുള്ളൂ. ഈ ചായക്കട കയറാൻ പോട്ടോ. പറഞ്ഞാ ചായ പറഞ്ഞാ കടിയോ പരിപ്പ് വട ഉള്ളിവട ഇതെന്താണോ പോണ്ടേ? എനിക്ക് മുട്ടവഞ്ചി മുട്ടവഞ്ചി അവിടെ ഇരിക്കാം. ഇവിടെ ഇരുത്തി കൊടുക്കണ ഞങ്ങൾ അവിടെ ഇരുന്നോളൂ. ഒരു ക്ലാസ്സും കൂടി തരുമോ? കുറച്ച് വെച്ചാൽ അപ്പോൾ നമ്മൾ വണ്ടിമേലാട്ടോ കുറച്ചും കൂടെ എപ്പോഴും പോകാൻ ചായ കുടിച്ച് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയും നേരം ഉറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഉറങ്ങിയായിരുന്നേ. ഓരോ കഴിഞ്ഞ് സെറ്റായി. ക്യാമറ ഒരു ചെറുതായിട്ട് പനിയൊക്കെ നമ്മൾ കയാക്കിങ് ഒക്കെ ഉള്ള ഭാഗത്തേക്കാട്ടോ പോകുന്നത്. ആ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് ഇങ്ങനെ കടക്കാണ്. ഇവിടെയാണ് കയാക്കിങ് ഒക്കെ ഉള്ളത് കേട്ടോ. ഇവനിട്ട് കയറാൻ പറ്റുമോ? ഇവിടെ ഒരു അടിപൊളി ഇതുണ്ട്, ഊഞ്ഞാലുണ്ട്. വെള്ളത്തിക്ക് ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ ആടാൻ പറ്റിയ. നമ്മൾ ഒരു പ്രാവശ്യം എല്ലാം നമ്മൾ അതിന് മുന്നേ ഇത് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് അയക്കണേ, എല്ലാതും കുറച്ച് അയക്കണേ. അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനൊക്കെ വന്നതാണ്. അപ്പോൾ അതിലൊരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അന്നും ഇവിടെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയറിയിട്ടില്ല കേട്ടോ കയാക്കിങ്ങിൽ ഇവിടെ. ഇതിന് മുന്നേ വേറെ സ്ഥലത്തൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നേ. ഊഞ്ഞാല കാണിച്ചരാ. ടിക്കറ്റ് ഇല്ല ഇവിടെ. സംഭവം അതാ വെള്ളത്തിൽ ചാട് പോയിട്ട് ഇവ കൊണ്ട് വാ. ഒരാളത് ഓടുന്ന വെള്ളം ഇവിടെ നിന്ന് വെള്ളത്തിൽ വീഴുള്ളൂ. ഒരാൾക്ക് വെത്താ കുറവല്ലേ? വേറെ വല്ലയിടത്താണെങ്കിൽ 50 ഉറുപ്പിയായിട്ടുണ്ടാവും ഒരാൾക്ക്. അത് പിടിക്ക് വീണക്കായ ചാടേണ്ടി വരുമോ? വെറുതെ ചാടണ്ടാവും. ചാടിയാ മതി. ഓ അടിപൊളിയാണ്ടൊക്കെ കൈയൊക്കെ സംഭവം അടിപൊളിയായിട്ട്. കയാക്കിങ് ഒക്കെ ഇവിടെ ഒരുപാട് കയാക്കിങ് അവിടെ അടക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഊഞ്ഞാലല്ല അവിടെ. ഊഞ്ഞാലാട്ടി തരാം. വായോ വായോ ഇങ്ങോട്ട്. അതിനെ പിടിക്ക്. ഇവിടെ ഊഞ്ഞാല തക്കണേ.
എന്നാ ഊഞ്ഞാലാട്ടാ നോക്കണേ. പിടിച്ചിട്ടാ വീഴും, ചാടുവനി. നമ്മള് ഇവനെ ഊഞ്ഞാലാട്ടുന്നത് വീഡിയോ എടുക്കട്ടെ. വീഴോ എന്തോ. കയാക്കിങ് കയറാറ്റും ചോദിച്ചോക്കാം. എടുത്തെടുത്തോ ഒക്കത്തിച്ചോ. നമുക്ക് ഇവിടെ കയാക്കിങ്ങിന്റെ ഇവൂനായിട്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചോക്കട്ടെ. അറിയില്ല. ഏയ് 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 വെള്ളത്തിൽ പോലെ ഇങ്ങോട്ട് വാ. ഞാനും ഞാനിട്ടോ വായോ. പോലെ അപ്പോ കുട്ടികളായിട്ട് കയറാൻ പറ്റില്ല. 10 വയസ്സ് മുതലാണ് സ്റ്റാർട്ടിങ്. കുട്ടികൾക്കുള്ളതൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് എന്നാ പറഞ്ഞു കേട്ടാ. പിന്നെ ഇവിടെ ഒരാൾക്ക് ചാർജ് 150 ആണ് വരുന്നത്. ഒരാൾക്ക് ചാർജ് 150 വരുന്നത്. ആ അതന്നെ 7 മണി വരെ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞാനോ ആട്ടൂഞ്ഞാല. പിന്നെ ഞാനൊന്നും ഞാൻ ആടിക്കട്ടെ. കൊറേ ആടിയിട്ട് ഒരാളും കൂടെ ഊഞ്ഞാലേ കയറിക്കണ ആടാൻ. ആട്ടണം ഞാൻ ഈ കുട്ടീനെ വെച്ചിട്ട് എങ്ങനെ ആട്ടുക? കാലുത്തി ആടിക്കൂടി. ആട്ടിത്തരാം. ഓക്കെ അതൊക്കെ ഞാൻ കാനൊന്നുള്ളൂട്ടാ. നേരെ ഇരുന്നോ. അവിടെ ഇത് ഓണിയല്ല. ഇവ പപ്പാടുക വെള്ളത്തിൽ കണ്ട് ചാടിക്കാളെ. മതിയാ? പപ്പാട് ഇവിടെ രാവിലെ പിന്നെ ഇറക്കിയിട്ട് ഒറ്റോളി കയറിക്കണു ഞാനവിടെ. ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാണ്ട്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാണ്ട്. ആ ഹാർട്ട് ഷേപ്പിൻ്റെ ലവ് ചിഹ്നത്തിൻ്റെ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ. നമ്മൾ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ഫോട്ടോ എടുക്കുക. മെയിനാട്ടോ ഇവിടെ ഫോട്ടോഷൂട്ട് മസ്റ്റാ. ഇതിൽ കുറച്ചും കൂടെ എന്താ പറയുക ലൈറ്റായിട്ട് കാണുന്നുണ്ട്. അതായത് നല്ല വെളിച്ചമുണ്ട്. പക്ഷെ ഇത്ര വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. നല്ല ഇട്ടായിക്കണേ. ഫോട്ടോ എടുത്തരാ. ആ സീറ്റൊക്കെ പോയില്ലേ. അപ്പോ രാത്രിത്തെ കാഴ്ചതാട്ടാ. ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ജൂലിയ ഈ ഫോട്ടോ എടുക്കണ്ട. എന്താ ഇവിടെ മരം മാറിയിരിക്കണേ? എന്നാ ഫോട്ടോ എടുക്ക്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവാട്ടാ. പാർക്കുണ്ട്. അതേമാതിരി ഏതാ ആ ബോട്ട് അതൊക്കെ ഇവിടുന്ന് വേറെ ടിക്കറ്റ് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കടകൾ ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോഴൊക്കെ ഭയങ്കര കടകളുണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ കടകളില്ലല്ലോ.
കട വെട്ട് മുടി എണ്ണ പിന്നെ ആ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ മൂന്ന് ഷോപ്പുള്ളൂ, 3-4 ഷോപ്പ്. അപ്പുറത്ത് പോയിട്ട് ഹാമോക്ക് മരത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇരുന്ന് അടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ യൂസിനുള്ളുണ്ട് അവിടെ. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇതാട്ടാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഒരാൾക്ക് 10 തന്നെ, സെയിം 20. അപ്പോൾ 4 മണിക്കാറ്റ് നെയ്തിട്ട് ബോട്ടിംഗ് സോൺ. ഇവന് കൊടുക്കേ 2000 എണ്ണം. ഇപ്പൊ 2 അരേനത്തെ പേടിച്ച് ഓടി. ഇതിനെന്തിനാ പിന്നെ ഇങ്ങോട്ടന്നെ ഓടിപ്പിക്കണ്? ചെല്ല് 2 ചെല്ല്, വേഗം ചെല്ല്. അതാ വേഗം ചെല്ല്. തത്തണ്ട് ഇവോ, തത്ത. വാ. അപ്പോൾ കുട്ടികൾ കളികളെ പാർക്കുണ്ട് ഇവിടെ. ടിക്കറ്റ് തരണേ നമ്മുടെ ഫാമിലി ഒരാൾക്ക് 50. ടിക്കറ്റ് എടുത്തിട്ട് വരുമോ? അത് ഇവിടെ തന്നെയാണ് അല്ലേ, ഫ്രണ്ടിലാ. ഓക്കെ. എത്ര അരമണിക്കൂറാ? 20 മിനിറ്റ് അല്ലേ? കുട്ടിക്ക് വേണ്ടല്ലോ. ശരി. അപ്പോൾ ഒരാൾക്ക് 50 രൂപ. അപ്പോൾ 2 പേർക്ക് 100 രൂപ. കുട്ടിക്കില്ല കേട്ടാ. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തിട്ട് വരാം. ഇപ്പോൾ സന്തോഷമായില്ലേ? എൻട്രൻസിൻ്റെ ഉള്ളിലുള്ള മുകളിൽ നല്ലൊരു പഴയകാല സാധനങ്ങൾ, മുറം. ഇതെന്താണ്? മറ്റേ കൂടല്ല മീൻ പിടിക്കണ? ആ, ഇവിടെ 10,000 എന്നാ കയറാ. അപ്പൊ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. കുട്ടിക്കില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇവന്നാ എന്നാ ജാക്കറ്റ് ഇടേ. ഞങ്ങൾ ഉമ്മിട്ട് അത് പോണ് തിരിച്ചിട്ട് പോവണ്ടോക്ക ഉമ്മിട്ടിക്കണോക്ക. ആ മറ്റേ വെള്ളത്തിക്ക് അത് ഇടുന്നിടാത്തൊക്കെ കണക്ക്. അത് കയ്യത് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരും. നിർബന്ധമില്ലല്ലോ. എന്നാ വേണ്ട ഒരിക്കാന്ന് അവനെ അത് നമ്മൾ ബോട്ടിങ് കയറാൻ പോവാ. നിനക്ക് പോവല്ലേ? എനിക്ക് നീന്തൽ അറിയാത്തുള്ളൂ ട്ടാ. അല്ല അപ്പോൾ ഞങ്ങള് ബോട്ടിൽ കയറിയിട്ടുണ്ട്. കേപ്പ് നനച്ചിട്ടാന് വേറെ ക്യാപ്പ് എടുത്തില്ലല്ലോ. വേറെ ക്യാപ്പുണ്ട്. ഞാൻ പറഞ്ഞു 2 എടുക്കാൻ പറഞ്ഞത്. കാരണം എനിക്കറിയാം അതാ ഇവ അറിയണോ. അതൊക്കെ അറിയണോ. അനെ പിടിച്ച് കൊടുക്കാം, കടിക്കാം. ഇവന് കൊടുക്കട്ടെ. അവിടെ പോയിട്ട് വരാം. അവിടെ അപ്പൊ നമ്മളിത് ചവിട്ടിയും കൊണ്ടിരിക്കട്ടെ ബോട്ടിൽ. അപ്പൊ ഇതാ നമ്മള് വലിയ എന്താ പറയാ ലൈറ്റ് ഒന്നും ഇല്ല. കൂട്ടാ മൂന അന്നം കൊണ്ട്
അങ്ങോട്ടൊക്കെ ആയി താറാവ് കുറച്ച് സ്പീഡാക്കിയാലോ 20 മിനിറ്റ് ഉള്ളൂ അങ്ങനല്ല എന്റെ കാല് ഇങ്ങോട്ട് തിരിച്ചിക്കണേ അത് സ്റ്റക്കായി ഇത് നമ്മൾ വന്ന ആ എൻട്രൻസ് ആട്ടത് ഇനി അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സംഭവം നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നാച്ചുറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും അടിപൊളിയാവും അപ്പൊ നമുക്ക് വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അലമ്പൊരു വീഡിയോ എടുക്കാറ്റില്ലേ ഇനി അത് ഈ ലൈറ്റിന്റെ അടുത്ത് കൂടെ പോണോണ്ട് അത്യാവശ്യം വെളിച്ചം കിട്ടാ അരേനെ തിരിച്ചിങ്ങനെ ഇത്ര തന്നെ തിരിയുള്ളൂ വഞ്ചി സവാരി ഉണ്ട് കേട്ടോ ഈ ടൈം വരെ നമ്മളെ ലാസ്റ്റ് വഞ്ചിന്ന് ബോട്ട് 7 വെറുതെ അല്ല അതിനെ കണ്ടിട്ട് സ്റ്റക്ക് അയക്കണേ അത് പിടിക്ക് ഇത് കുട്ടികൾക്ക് കളിക്കാറ്റ വർക്കാണ് ഇത് മെരുത്തി കൊടുത്തോക്ക എന്തിനാ ആ പ്രയർ റൂമല്ലേ ഓനക്ക് ആന ഇഷ്ടോ ആന ഓനക്ക് ഇഷ്ടോ അതാ പിന്നെ എന്താ പാൽ കായം കൂടി ഇരിക്കേണ്ടി വരും എന്നാലേ സ്പ്രിങ് ആവുള്ളൂ ഇവിടെ പ്രയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ നമസ്കരിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എങ്ങനെയുണ്ട് ഇറങ്ങാനാ ഇങ്ങോട്ടേക്ക് അവർക്ക് മണ്ണ് കളിക്കണം അങ്ങോട്ടേക്ക് അവർക്ക് മണ്ണ് കഴിച്ചാൽ മതി അത് ഓട്ടോമാറ്റിക് ആടൂല നോക്ക് ഞാൻ ചവിട്ടും കൂടാ കണ്ടില്ല ഞാട്ടിക്കൂടെ ആടില്ലേ ഇതിപ്പോ മോനങ്കാട്ട് ലാഭമായിക്കണ ഉമ്മാക്കാണ് ഉമ്മാണ് കളിക്കണേ ഇവാ അപ്പോ അങ്ങനെ നമ്മുടെ യുവ കുതിര വരുത്തി കുതിര ആളായി ഉമ്മി ഇറങ്ങടൊക്കെ ഉമ്മി ഇറങ്ങണോക്കെ ആ ഉമ്മയാണ് ഇപ്പൊ ഇവ അനങ്ങാട്ടി മുതലാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതാ ഞങ്ങൾ ഇവ ആനപ്പുറത്ത് കയറി അല്ലേ ഇവ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കേൾക്കാലോ ഇത് മറ്റേ പച്ചക്കുതിരത്തെ ദിലീപിന്റെ മാതിരിയാണല്ലോ ഫുഡ് യൂണിറ്റ് ചെയ്യാൻ പറ്റ കൊള്ളോ എന്തോ എനിക്ക് കയറാറ്റു കുടുങ്ങണ്ടട്ടാ പോരൂല മോനെ അവിടെ സ്റ്റക്കാവോ ഒരു കുഞ്ഞ കുട്ടി ഞാൻ പറഞ്ഞില്ലേ നീ ആയിട്ടില്ലാതെ എന്തിനാ വെറുതെ ഓടാൻ നിൽക്കും വരുന്നില്ല തോന്നുന്നുണ്ടല്ലേ സ്ലിപ്പായിട്ട് വരുന്നില്ല തോന്നുന്നുണ്ടല്ലേ അവനത് അങ്ങനെ കയറണം നമ്മൾ വന്നപ്പോ ആളില്ലായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ കൂടുതലായിട്ടാ ഇപ്പൊ ആളുണ്ട് പ്ലേ ഗ്രൗണ്ടിൽ തന്നെ ഫീഡിങ് റൂമും പ്രയർ റൂമും ഒക്കെ ഉണ്ട് കേട്ടോ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എങ്ങോട്ടാണ് ഇങ്ങോട്ടാ
സൗകര്യമൊക്കെ ഉണ്ട്. അപ്പുറത്ത് ജെൻസിനുണ്ട് കേട്ടോ. അപ്പുറത്ത് അവിടെയാണ് ബാത്റൂം. പിന്നെ ഒതു കൊടുക്കാൻ ടോയ്ലറ്റ് ഒക്കെ ഇതാ അവിടെ ഉണ്ട്. നമ്മൾ പാർക്കിൽ നിന്ന് പോകുന്നു കേട്ടോ. ടൈം കുറച്ചയക്കണേ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടാൻ നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വേണം ഫുഡ് പോവാൻ. ഹെവി ആയിട്ടൊന്നും കിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? റൈസൊന്നും കിട്ടൂലല്ലോ. റൈസൊന്നും കിട്ടൂലല്ലോ. ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. എന്താ സ്നാക്സ് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞവിടുത്തെ എവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ റൈസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. കുലുക്കി ഹബ്ബ് ഫോട്ടോ ലൈറ്റ് കൊണ്ട് തണുപ്പടിക്കണ്ടല്ലേ. ഇപ്പൊ തണുപ്പ 4 മണിക്കാറ്റ്. ഇത് ലൈറ്റ് ഇല്ലേ? അത് പോയി തോന്നുന്നുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ കറക്കം അവിടെ തീരാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് ഗ്രീൻ ചില്ലി റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ ഒരു ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നെയ്ച്ചോറും ഇതാ നമ്മുടെ ഈ കേക്ക് ഉണ്ട്. അതേപോ അച്ചാർ കേക്കിട്ടാ. തപ്പത്തില്ല മിന്നിക്കൊടുത്തു. ഇത് കഴിക്കട്ടാ കഴിക്കാം.